നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. മനുഷ്യൻ എന്ന പ്രയോഗത്തിന് ഒരു നിർവചനമുണ്ട്. വികാര വിചാരങ്ങളെ മനസ്സിലാക്കാനും സഹജീവികളെ തിരിച്ചറിയാനുമുള്ള കഴിവ്. അതില്ലെങ്കിൽ പിന്നെ മൃഗത്തിന് തുല്യമാണ്. ഈ ആഴ്ച ഞെട്ടലോടെ ഉണ്ടായ നടുക്കുന്ന കൊലപാതകങ്ങൾ മനുഷ്യത്വമില്ലാത്ത മനുഷ്യന്റെ മൃഗീയ സ്വഭാവമാണ് പുറത്തു കൊണ്ടുവന്നത്. നിസ്സാര കാരണങ്ങൾ മനുഷ്യനെ കൊലപാതകയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് അല്പം ഭയത്തോടെ തന്നെ നോക്കിക്കാണണം. വാക്കുതർക്കവും വഴക്കും സ്വാഭാവികമാണ്. എന്നാൽ അതിനെല്ലാം ജീവനെടുക്കാൻ മെനക്കെട്ടിറങ്ങിയാൽ എന്താകും സ്ഥിതിയെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. കുട്ടികളുടെ മനസ്സിൽ പോലും ഇത്തരം മനോഭാവം വളർന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. സമൂഹത്തിന്റെ ഭാവി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ. പറവൂർ ചേന്നമംഗലത്തെ നടുക്കിയ 3 പേരുടെ കൊലപാതകം. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു. അനാഥരായത് ഒന്നുമറിയാത്ത 2 പിഞ്ചുമക്കൾ. സ്വന്തം അച്ഛനെയും അമ്മയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും വെട്ടിവീഴ്ത്തിയ മനസാക്ഷിയില്ലാത്ത ക്രൂരകൃത്യത്തിന് സാക്ഷികളായത് 2 പിഞ്ചുമക്കൾ. ഈ മക്കളുടെ മനസ്സിൽ നിന്ന് ഈ ദൃശ്യമായുമോ? ഈ നടുക്കം കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഏത് തലത്തിലേക്കാണ് എത്തിക്കുക? ഇനി ആരാണ് ഇവർക്ക് അഭയം? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ മക്കൾക്ക് മുമ്പിൽ. ചേന്നമംഗലം വേണി ഭാര്യ ഉഷ, മകന്റെ ഭാര്യ വിനീത എന്നിവരാണ് മരിച്ചത്. മകൻ ജിതിൻ ബോസ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ക്രൂരമായി കൊലപ്പെടുത്തിയത് അയൽവാസിയായ ഋതു എന്ന 27-കാരൻ. വേണുവിന്റെ വീട്ടിൽ വളർത്തുന്ന നായ തന്റെ വീട്ടിലേക്ക് വന്നുവെന്ന തർക്കമാണ് കൊലപാതകത്തിലെത്തിയത്. ഇവരുടെ വീട്ടിലേക്ക് ഇരുമ്പുദണ്ഡുമായി കയറി ചെന്ന ഋതു വീട്ടിലെ മുതിർന്ന 4 പേരെയും തലയ്ക്കടിച്ചു വീഴ്ത്തുകയായിരുന്നു. ജിതിൻ ബോസിന്റെയും വിനീഷയുടെയും മക്കളായ 11 വയസ്സുള്ള ആരാധിക, 5 വയസ്സുള്ള അവനി എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ഇവരുടെ കൺമുന്നിൽ വെച്ചാണ് കൊലപാതകം. ആരോടും ശല്യത്തിനില്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന കുടുംബമായിരുന്നു വേണുവിന്റേത്. എന്നാൽ പ്രതിയുടെ പശ്ചാത്തലം അതല്ല. കുറ്റകൃത്യം നടത്തിയ പ്രതി ഋതു ജയൻ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളാണ്. ലഹരി ഉപയോഗിച്ചാൽ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. സ്കൂൾ കാലം മുതൽ ഋതുവിന് ക്രിമിനൽ ലിസ്റ്റിലുണ്ട്. അന്നേ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. പിന്നീട് അടിപിടി കേസിലും മറ്റും ഉൾപ്പെട്ടു. സ്ത്രീകളോടുള്ള മോശപ്പെരുമാറ്റം, അപവാദം പ്രചരിപ്പിക്കൽ എന്നിങ്ങനെ ഋതു ആളുകളുടെ നിരന്തരം ശല്യമായിരുന്നു. പലരും പോലീസിൽ പരാതികൾ നൽകിയിരുന്നെന്നും മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതിനാൽ ഹാജരാക്കി രക്ഷപ്പെടുന്നതാണ് ഇയാളുടെ രീതിയെന്നും പറയുന്നു. ലഹരിക്കടിമയായ ഇയാൾ മോഷണക്കേസുകളിലും പ്രതിയാണ്. മാനസിക രോഗിയാണെന്ന ലേബലിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിക്കൊടുത്തതിൽ പോലീസിന്റെ പങ്കും തള്ളിക്കളയാവുന്നതല്ല. ചെറുപ്പം മുതലേ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ തക്കതായ ശിക്ഷ ലഭിക്കാത്തതും പ്രതിക്ക് വളരാനുള്ള വളമായി മാറിയെന്ന് ചുരുക്കം. അടുത്തത് തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിലെ കൊലപാതകമാണ്. മരിച്ചത് 16-കാരൻ, കൊന്നത് 15-കാരൻ. UP-യിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ 16 വയസ്സുള്ള അങ്കിത്താണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 15 വയസ്സുകാരനെ വിയ്യൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിൽഡ്രൻസ് ഹോമിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നു. രാത്രിയോടെ പ്രശ്നം പറഞ്ഞു തീർത്തു. കീഴ്ചുണ്ടിന് പരിക്കേറ്റ 15-കാരൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതോടെ ദേഷ്യവും സങ്കടവും തോന്നി. ഓഫീസ് മുറിയിൽ ഇരുന്ന ചുറ്റിക എടുത്ത് തന്റെ ചുണ്ടുമുറിയാൻ ഇടയായ അങ്കിത്തിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് എത്തിയ അന്തേവാസികളും കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുൻപാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. കുട്ടികളുടെ മനസ്സിൽ പോലും ദേഷ്യവും വൈരാഗ്യവും വളർന്ന കൊലപാതകത്തിലേക്ക് നയിക്കുന്ന മാനസികാവസ്ഥ ചെറുതായി കാണേണ്ട ഒന്നല്ല. കൂടെയുള്ളവരെ മനസ്സാക്ഷിയില്ലാതെ തല്ലിക്കൊല്ലാൻ കുട്ടികളുടെ മനസ്സിനു പോലും മടിയില്ലാതായിരിക്കുന്നു. ഇവർ വളർന്നു വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച കൂട്ടക്കൊലപാതകത്തിലേക്കും എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. പ്രായപൂർത്തിയാകാത്തവർക്ക് നിയമം നൽകുന്ന പരിരക്ഷയും മാനസിക രോഗികൾക്കുള്ള പരിഗണനയും മറ്റൊരു തലത്തിൽ വലിയ ക്രിമിനലുകളിലേക്കുള്ള വളർച്ചയ്ക്കും വഴിവെക്കുന്നുണ്ട്. കേരളത്തിൽ ദിനം പ്രതി മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ ആഴ്ച ജില്ലയിൽ നടുക്കുന്ന മുങ്ങിമരണങ്ങളാണ് ഉണ്ടായത്. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ അപകടത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥിനികൾ മരിച്ചു. ഭാരതപ്പുഴയിൽ ഒരു കുടുംബത്തിലെ 4 പേർ. അല്പസമയം പുഴതീരത്ത് ചിലവിടാൻ വേണ്ടിയാണ് പലരും എത്തുന്നത്. പക്ഷേ തിരിച്ചുപോകുന്നതോ ജീവനില്ലാത്ത ശരീരമായി. അബദ്ധത്തിലൂടെ കാൽ തെറ്റി വെള്ളത്തിൽ വീണാണ് ഈ അപകടങ്ങൾ. ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ നീന്തൽ അറിയില്ലെങ്കിൽ പോലും കൂടെയുള്ളവർ രക്ഷിക്കാൻ ശ്രമിക്കും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഒടുവിൽ എല്ലാവരും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തൃശൂർ പീച്ചി ഡാം റിസർവോയർ
അപകടത്തിൽ 3 ആളാണ് മരിച്ചത്. ഒരാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. +1 വിദ്യാർത്ഥിനികളായ പട്ടിക്കാട് സ്വദേശിനി എറിൻ, അലീന, ആൻഗ്രേസ് എന്നിവരാണ് മരിച്ചത്. സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷത്തിനെത്തിയ കൂട്ടുകാരികളാണ് ഡാം റിസർവോയറിൽ അകപ്പെട്ടത്. 4 പെൺകുട്ടികളെയും നാട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന 3 പേരും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി. തൃശൂർ സെന്റ് ക്ലയേഴ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. പീച്ചി ഡാം ജലസംഭരണിയുടെ കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് 13-ാം തീയതി ഉച്ചയ്ക്ക് 2:30 അപകടം. പീച്ചി ലൂർദ് മാതാ പള്ളിയിലെ തിരുനാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു ഹിമയുടെ സഹപാഠികൾ. ഡാമിലെ ജലസംഭരണി കാണാൻ ഹിമയുടെ സഹോദരി ഉൾപ്പെടെ 5 പേർ ചേർന്നാണ് പുറപ്പെട്ടത്. പാറപ്പുറത്തിരിക്കുന്നതിനിടെ 2 പേർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റ് 2 പേരും വീണു. പാറക്കെട്ടിന് താഴെ കയമുണ്ടായിരുന്നു. ഇതിൽ അകപ്പെട്ടാണ് അപകടമുണ്ടായത്. ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 4 പേരാണ് ദാരുണമായി മരിച്ചത്. ചെറുതുരുത്തി സ്വദേശികളായ ഓടയ്ക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിന, മകൾ സെറ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൻ എന്നിവരാണ് മരിച്ചത്. കുടുംബവുമൊത്ത് അല്പസമയം ചിലവിടാനായാണ് ഇവർ ഭാരതപ്പുഴയുടെ തീരത്തെത്തിയത്. കുട്ടികൾ കടവിനോട് ചേർന്നുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് കളിക്കുന്നതിനിടെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. രക്ഷിക്കാനിറങ്ങിയ കബീറും ഷാഹിനയും ഒഴുക്കിൽപ്പെട്ടു. ഇവരുടെ കൂടെയുണ്ടായിരുന്ന ഉമ്മയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. തുടർന്നുള്ള തിരച്ചിലിൽ ഒഴുക്കിൽപ്പെട്ട ഷാഹിനയെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പിന്നീട് നടത്തിയ തിരച്ചിലിൽ ഹുവാദിന്റെയും അതിനുശേഷം കബീറിന്റെയും മൃതദേഹം കണ്ടെത്തി. ഇതിനു പിന്നാലെ സെറയുടെയും മൃതദേഹം കണ്ടെടുത്തു. ഷൊർണൂർ ഫയർഫോഴ്സും ചെറുതുരുത്തി പോലീസും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. മരിച്ച ഫുവാദ് സനിൻ ചേലക്കര സ്വദേശിയായ ജാഫർ ഷഫാന ദമ്പതികളുടെ മകനാണ്. പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് HSS സ്കൂൾ വിദ്യാർത്ഥിയാണ്. ഒരു കുടുംബത്തിലെ 4 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. പൈങ്കുളം ശ്മശാനം കടവിൽ അപായ സൂചനാ ബോർഡുകൾ ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാന പാതയിൽ നിന്ന് 1 കിലോമീറ്റർ അകത്തേക്ക് മാറി വിജനമായ സ്ഥലത്താണ് കടവ് സ്ഥിതി ചെയ്യുന്നത്. കടവിലേക്ക് ആളുകൾ എത്തുന്നുണ്ടെങ്കിലും നിരീക്ഷണ സംവിധാനങ്ങളോ അപായ സൂചനാ ബോർഡുകളോ പഞ്ചായത്ത് ഒരുക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതോടൊപ്പം തന്നെ നേരത്തെ മണലെടുത്ത കടവായതിനാൽ തന്നെ പുഴയ്ക്ക് വലിയ ആഴമുണ്ട്. ഇത് തിരിച്ചറിയാതെ എത്തുന്നവരാണ് അപകടത്തിൽപ്പെടുന്നത്. നീന്തൽ അറിയാത്തവർ, അത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് ബുദ്ധി. ഒത്തൊരുമിച്ച് സന്തോഷ നിമിഷങ്ങൾ ആഘോഷിക്കാനെത്തിയവർ ഒടുവിൽ ഒരുമിച്ച് യാത്രയായി. പുഴയും തോടും കുളവും ഡാമും കടലുമെല്ലാം എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ച തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ അപകട സാധ്യതകളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. അതിന് അപകട സാധ്യതാ മുന്നൊരുക്കങ്ങളും അപകട സാധ്യതാ ബോർഡുകളും അധികൃതർ സ്ഥാപിക്കുകയും വേണം. ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ ഒരു ഗാർഡിന്റെ സേവനവും ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. മറ്റൊന്ന്, മുങ്ങിമരണങ്ങൾക്ക് റോഡപകടങ്ങൾ പോലെയുള്ള ഒരു പരിരക്ഷയുമില്ല എന്നതും ഓർക്കണം. റോഡപകടങ്ങളുടെ കാര്യത്തിൽ ഇൻഷുറൻസ്, കേസ്, കോടതി, നഷ്ടപരിഹാരം തുടങ്ങിയ ആശ്വാസമാകുന്ന പല വഴികളുള്ളപ്പോൾ മുങ്ങിമരണങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളില്ല, വകുപ്പില്ല, ഫണ്ടില്ല, കമ്മിറ്റികളില്ല, ഇൻഷുറൻസ് പരിരക്ഷയില്ല, കോടതിയില്ല, നഷ്ടപരിഹാരവുമില്ല. മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമഗ്രമായ ജലസുരക്ഷാ പദ്ധതികൾ അനിവാര്യമാണ്. നായയുണ്ട്, സൂക്ഷിക്കുക. വീടുകളിലെ മതിലിലും ഇങ്ങനൊരു ബോർഡ് കാണാം. ഇനിയിപ്പോ തെരുവോരങ്ങളിലും ഒരു ബോർഡ് വെക്കേണ്ടി വരും. തെരുവുനായയെ സൂക്ഷിക്കുക. തെരുവുനായ ആക്രമണത്തിൽ പൊറുതി മുട്ടുകയാണ് പൊതുജനം. ദിനംപ്രതി തെരുവുനായ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. തെരുവുനായ്ക്കളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാതായെന്ന് ചുരുക്കം. വടക്കേക്കാട് മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ്. നായ്ക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടവേ സ്കൂൾ വിദ്യാർത്ഥിക്ക് വീണു പരിക്കേറ്റു. കൈമുട്ടിന് പൊട്ടലേറ്റ വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വടക്കേക്കാട് എരിഞ്ഞിപ്പടി പള്ളിക്ക് സമീപത്താണ് തെരുവുനായ്ക്കൂട്ടത്തെ കണ്ട് ഓടുന്നതിനിടയിൽ വീണ് 14-കാരന് പരിക്കേറ്റത്. എരിഞ്ഞിപ്പടി കോലാട്ടയിൽ ബഷീറിന്റെ മകനും കല്ലൂർ വട്ടംപാടം ICA ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ അബ്ദുൾ ബാസിദിനാണ് പരിക്കേറ്റത്. വീടിനടുത്തുള്ള പറമ്പിൽ കളിക്കാൻ പോകുകയായിരുന്ന കുട്ടിക്ക് നേരെ നായ്ക്കൂട്ടം പാഞ്ഞടുക്കുകയായിരുന്നു. ഭയന്നുള്ള ഓട്ടത്തിനിടയിൽ ബാസിദ് വീണ് കൈമുട്ട് പൊട്ടി. സമീപമുണ്ടായിരുന്ന ആളുകൾ എത്തിയാണ് ബാസിദിനെ നായ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. പരിക്കുപറ്റിയ ബാസിദിനെ ആദ്യം പുന്നൂക്കാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു. കൈമുട്ടിന്റെ പൊട്ടലിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ കൈമുട്ടിന് ശസ്ത്രക്രിയ നടത്തി. അതിരൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ഒരറുതി വരുത്താൻ
പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് ഒരു പ്രദേശത്തെ മാത്രം ആവശ്യമല്ല. മേഖലയിൽ തെരുവുനായ ഭയത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. ഇതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ വേറെയും. പരിഹാരം കാണാൻ പറഞ്ഞാലും കണ്ണടച്ച ഇരുട്ടാക്കുകയാണ് അധികാരികൾ. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചാൽ ഇക്കൂട്ടർക്ക് ഒരു മറുപടിയുമില്ല. ഘോരഘോരമായി പറഞ്ഞ പാതി വഴിയിൽ ഉപേക്ഷിച്ച പദ്ധതികളിൽ തെരുവുനായ ശല്യത്തിനുള്ള പരിഹാര പദ്ധതികളും മുങ്ങി. അത്ര തന്നെ. യോഗമാകുമ്പോൾ ഒരു ബഹളം വേണം. അതാണല്ലോ നാട്ടുനടപ്പ്. പ്രത്യേകിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണെങ്കിൽ വാദപ്രതിവാദങ്ങൾ സ്വാഭാവികം. കുന്നംകുളം നഗരസഭയിലെ കൌൺസിൽ യോഗമായിരുന്നു ഇത്തവണ ബഹളത്തിൽ കലാശിച്ചത്. ഭരണപക്ഷത്തിന്റെ സ്വാർത്ഥ താൽപര്യങ്ങളും ക്രമക്കേടുമാണ് ആരോപണത്തിന് കാരണമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ആരാണ് ശരിയെന്ന വിഷയം മനസ്സിലാക്കി പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. കുന്നംകുളം നഗരസഭയുടെ EK നായനാർ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ലേലത്തിൽ പോകാത്ത 2 കടമുറികൾക്ക് ഓഫർ ക്ഷണിച്ചതിൽ ക്രമക്കേട് ആരോപിച്ചാണ് കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് RMP അംഗങ്ങളുടെ ബഹളത്തിനിടയിൽ അജണ്ട വോട്ടിനിട്ട് പാസാക്കിയ ശേഷം മറ്റ് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇത് സംബന്ധിച്ച് ജില്ലയ്ക്ക് പുറത്ത് പത്രപരസ്യം നൽകിയതടക്കം നടപടിക്രമം പാലിക്കാതെയുള്ള ദുരൂഹത നിറഞ്ഞ അജണ്ട റദ്ദാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ബിജു സി ബേബി ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ കാര്യങ്ങൾ മറച്ചുവെക്കുകയാണെന്ന് ബിജു സി ബേബി ആരോപിച്ചു. ശുചിത്വ നഗര പദവിയിലേക്ക് കുതിക്കുന്ന നഗരസഭയ്ക്ക് അപമാനമായി നഗരത്തിലെ റോഡരികിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സൂക്ഷിച്ച വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് കൌൺസിൽ യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു. BJP അംഗം ഗീതാ ശശിയാണ് വിഷയം ഉന്നയിച്ചത്. ഗവൺമെന്റ് സ്കൂൾ പരിസരത്തും തൃശൂർ റോഡിലും നഗരസഭാ ഓഫീസ് റോഡിലുമാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഇത് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും അപകട ഭീഷണിയാണെന്ന് കൌൺസിലർമാർ പറഞ്ഞു. വാഹനങ്ങൾ നീക്കം ചെയ്യാൻ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. വാർഡുകളിൽ മാലിന്യം വലിച്ചെറിയുന്ന പൊതുസ്ഥലത്ത് ചെടികൾ വെച്ച് പിടിപ്പിച്ച് പൂന്തോട്ടം നിർമ്മിക്കുന്ന സ്നേഹാരാമം പദ്ധതി ആരംഭിക്കും. പദ്ധതിക്ക് വാർഡുകൾക്ക് 10,000 രൂപ നൽകും. സ്നേഹാരാമത്തിന്റെ സംരക്ഷണം വാർഡ് കൌൺസിലർമാർക്കായിരിക്കും. നല്ല രീതിയിൽ നടത്തുന്ന സ്നേഹാരാമം പദ്ധതിക്ക് സമ്മാനം നൽകുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പ് അവഗണിച്ച് നഗരസഭാ ലൈബ്രറിയുടെ സുഗമമായ നടത്തിപ്പിന് ജാമ്യത്തുകകളും വിവിധ ഫീസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. കാട്ടുപന്നികളെ നശിപ്പിക്കാൻ ലൈസൻസിയെ നിയോഗിച്ചു. ഒരു പന്നിക്ക് 1000 രൂപ നൽകും. ഈ പത്രം ചെയർമാനോ ഇവിടെയുള്ള ആർക്കും വേണ്ടി പരിശോധിക്കാം. ഈ പത്രത്തില് 11ാമത്തെ പേജിൽ അങ്ങനെ ഒരു പരസ്യം ഉണ്ടെങ്കിൽ ചെയർമാനോട് പറഞ്ഞതൊക്കെ ഞാൻ പിൻവലിക്കാം. ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് പത്രം പറയുന്നത് എവിടേക്കാണ്? പത്രം കൊച്ചിയിലാണ് പത്രം അടിക്കുന്നത്. കുന്നംകുളം നഗരസഭയിൽ ഒരു റൂം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഓഫർ ക്ഷണിക്കുമ്പോൾ അതിന് പരസ്യം കൊടുക്കുന്നത് എവിടെയാണ്? ഏത് പത്രത്തിന് കൊടുക്കണം? തൃശൂർ ജില്ലയിലെ പത്രത്തിന് തൃശൂർ എഡിഷനിൽ കൊടുക്കണം. തർക്കത്തിനൊടുവിൽ ജനപ്രതിനിധികൾ പൊതുജനത്തിന് ആവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുവല്ലോ. സമാധാനം. ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ക്രമക്കേട് ഉണ്ടെങ്കിൽ പുറത്തു വരികയും വേണം. അതോടൊപ്പം പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാര വിഷയങ്ങളും വികസനവും ഉപകാരപ്രദമായ പദ്ധതികളും തുടങ്ങി ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. വാക്കുതർക്കത്തിനൊടുവിൽ അത് മറക്കരുത്. കുട്ടികൾക്കിനി കൗതുകത്തോടെ പഠിക്കാം. എന്ത് സംശയം ചോദിച്ചാലും ഉടനടി മറുപടി വരും. മാത്രമല്ല വ്യത്യസ്ത ഭാഷകളിലും കുട്ടികൾക്ക് പ്രാവീണ്യം നേടുകയും ചെയ്യാം. സ്കൂളിൽ ഇനി AI അധ്യാപികയാണ് താരം. നിർമ്മിത ബുദ്ധി അരങ്ങുവാഴുന്ന കാലത്ത് പഠനവും AI-യിലേക്ക് ചുവടുവെക്കുന്നു. ജില്ലയിലെ ആദ്യത്തെ AI അധ്യാപിക വരവൂർ സ്കൂളിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ പഠിപ്പിക്കാൻ AI ടീച്ചറെത്തി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് കുട്ടികൾക്ക് പഠനം ആധുനിക രീതിയിൽ ഉല്ലാസവും ആയാസകരവുമാക്കുകയെന്നതാണ് AI ടീച്ചറുടെ ദൗത്യം. വിദ്യാഭ്യാസ മേഖലയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമേതാണെന്ന UR പ്രദീപ് MLA-യുടെ ചോദ്യത്തിന് AI ടീച്ചർ നൽകിയ ഉത്തരം കേരളം. നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിച്ചും ഉത്തരങ്ങൾ കേട്ടും
ചേലക്കര MLA UR പ്രദീപ് AI ടീച്ചറുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിൽ ഇന്നു മുതൽ വരവൂർ സ്കൂളിൽ പുതിയ അതിഥി ഒരു AI ടീച്ചർ ഇവ എന്ന പേരിൽ ഇവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്. ടീച്ചർ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം 10 സെക്കൻഡ് കൊണ്ടുള്ള മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുട്ടികൾക്ക് പുതിയ കാലഘട്ടം അനുസരിച്ച് പഠിക്കാൻ നമ്മുടെ PTയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉഷ ടീച്ചർ അവരും കൂടെ മുൻകൈ എടുത്ത് അവർ ഈ പഠനം ഇവിടെ എത്തിക്കാൻ വേണ്ടി അവരും കൂടെ ശ്രമം നടത്തിയിട്ടാണ് ഇത് ചെയ്തത്. പ്രത്യേകിച്ചും ടീച്ചർ തന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് ചെലവഴിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മാതൃകാപരമായ പ്രവർത്തനം കൂടിയാണ് ടീച്ചർ ചെയ്തിട്ടുള്ളത്. വീണ്ടും ഈ സ്കൂളിനെ സഹായിക്കാൻ തോന്നുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി അവർ പുതിയ രീതി കണ്ടെത്തുന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് 100% ഞങ്ങളും പിന്തുണ കൊടുത്തുകൊണ്ടാണ് അതിനെ ഈ സ്കൂളിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എക്സ്പെർട്ട് വെർച്വൽ അസിസ്റ്റന്റ് ടീച്ചറുടെ ചുരുക്കപ്പേര് ഇവ എന്നാണ്. പാഠ്യേതര വിഷയങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഏത് ചോദ്യങ്ങൾക്കും ഇവ ടീച്ചർ വ്യക്തമായ ഉത്തരം നൽകും. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബിക് എന്നീ 4 ഭാഷകളും ഇവ ടീച്ചർ അനായാസം കൈകാര്യം ചെയ്യും. കണക്കിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ കഴിവുള്ള ഇവ ടീച്ചർ കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യും. കേരളത്തിൽ AI ടീച്ചറുള്ള 3ാമത്തെ വിദ്യാലയവും തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സർക്കാർ വിദ്യാലയവും വരവൂർ ഗവൺമെന്റ് LP സ്കൂളാണ്. പ്രധാന അധ്യാപിക K ഉഷാകുമാരിയാണ് തന്റെ വിദ്യാർത്ഥികൾക്കായി AI ടീച്ചറെ സമ്മാനിച്ചത്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാ പ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 4 ഭാഷകളിൽ ഇതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ആ 4 ഭാഷകളിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ കുട്ടികളുടെ അറിവ് മെച്ചപ്പെടുത്താനാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഇതുവഴി മെച്ചപ്പെടും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഉത്തരങ്ങൾ അതാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ അങ്ങനെ അധ്യാപനത്തിനും ഒരു സഹായമായിട്ട് മുതൽക്കൂട്ടായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുക, ഭാഷാ പ്രയോഗങ്ങൾ മികവുറ്റതാക്കുക, നൂതന സാങ്കേതിക വിദ്യകളും വിവരങ്ങളും പകർന്നു നൽകുക തുടങ്ങിയവയാണ് AI ടീച്ചറിലൂടെ ലക്ഷ്യമിടുന്നത്. പാഠ്യേതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന വരവൂർ ഗവൺമെന്റ് LP സ്കൂൾ AI ടീച്ചറുടെ വരവോടെ കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലോകമെങ്ങും എല്ലാ മേഖലകളിലും AI തരംഗം അലയടിക്കുകയാണ്. ഭാരതത്തിൽ എല്ലാ മേഖലകളിലും കേരളത്തിന്റെ കയ്യൊപ്പ് പതിയാറുമുണ്ട്. അത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും AI സാന്നിധ്യം അറിയിക്കുന്നത് അഭിമാനം തന്നെയാണ്. കുട്ടികളുടെ അറിവുകളും ആശയവിനിമയ ശേഷിയും വർദ്ധിപ്പിക്കാനും ഈ സംവിധാനം ഉപകാരപ്രദമാകും. കടങ്ങോട് പാറപ്പുറത്ത് നിന്ന് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുമ്പ് കാണാതായ പ്രദേശവാസിയായ കരുവാത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൃഷ്ണന്റെയാണ് തലയോട്ടിയും അസ്ഥികളുമെന്നാണ് നിഗമനം. കൃഷ്ണൻ തൂങ്ങിമരിച്ചതാകാമെന്നതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് പാറപ്പുറം കളപ്പുറത്ത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടി കണ്ടത്. പുതൂർ ബേബിയുടെ ഉടമസ്ഥതയിലുള്ള ഈ പറമ്പിൽ മരം മുറിക്കുന്നതിനു വേണ്ടിയെത്തിയ നാട്ടുകാരനായ വിഷ്ണുവാണ് തലയോട്ടി കിടക്കുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിച്ചു. ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് തലയോട്ടി കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ശനിയാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. കാണാതായ കൃഷ്ണന്റെ ബാങ്ക് പാസ്ബുക്കും ചെരുപ്പുകളും വസ്ത്രത്തിന്റെ ഭാഗങ്ങളും കണ്ടെത്തി. ഇത് മകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പറമ്പിലെ മാവിൽ തൂങ്ങിമരിച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. മരത്തിന്റെ കൊമ്പിൽ പൊട്ടിയ കയറിന്റെ കഷ്ണം തൂങ്ങിക്കിടക്കുന്നുണ്ട്. മരത്തിന് താഴെ മുടിയും എല്ലിൻ കഷ്ണവുമുണ്ട്. പഴകി ജീർണിച്ച മൃതദേഹം പൊട്ടി താഴെ വീഴുകയും തുടർന്ന് പന്നി, കുറുനരി, നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ കടിച്ചു വലിച്ചതിനെ തുടർന്നാകാം അസ്ഥികളും തലയോട്ടിയും പറമ്പിൽ ചിതറിക്കിടക്കാൻ ഇടയാക്കിയത് എന്നാണ് കരുതുന്നത്. കൃഷ്ണന്റെ ഭാര്യ ശാരദ കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചിരുന്നു. അഭിലാഷാണ് മകൻ. കൃഷ്ണന് ഇവരെ കൂടാതെ പാലക്കാട് മറ്റൊരു ഭാര്യയും മക്കളുമുണ്ട്. ഇടയ്ക്ക് നാട് വിട്ടുപോകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണൻ. വർഷങ്ങൾ കഴിയുമ്പോഴാണ് തിരിച്ചു വരാറുള്ളത്. അതുകൊണ്ട് തന്നെ കാണാതായപ്പോൾ ഇത്തരത്തിൽ പോയതാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. മുറിക്കുന്ന സമയത്ത് കയറി ചേട്ടൻ പോയപ്പോ അപ്പൊ എല്ലിന്റെ കഷ്ണം, തലോട്ടി, പിന്നെ എല്ലിന്റെ കഷ്ണം കണ്ടു.
ഞാൻ കൊടുത്താൽ നോക്കിയപ്പോൾ കവർ കിട്ടി, അതിൽ ബാങ്ക് പാസ്ബുക്കും ചില്ലറ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പറമ്പിന്റെ ഉടമസ്ഥനെ അറിയിച്ചതിന് ശേഷം പോലീസിൽ അറിയിച്ചു. പാസ്ബുക്കിനകത്ത് അദ്ദേഹത്തിന്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹം അവിടുന്ന് ഒരു ഏകദേശം 3 മാസത്തിനടുത്തായിട്ട് മിസ്സിംഗ് ആണ്. ആള് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ അന്വേഷണം കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പോവാവുന്ന സ്ഥലങ്ങളിൽ 2 സ്ഥലങ്ങളിൽ അന്വേഷിച്ചിരുന്നു. അപ്പൊ അവിടെ തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ വന്നിട്ട് ചെരുപ്പും ഇതൊക്കെ തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ അത് ആളുടെ തന്നെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോവുകയും ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന വ്യക്തികളാകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തിരിച്ചു വരുമെന്ന ധാരണയാകും കുടുംബത്തിനുണ്ടാവുക. അത് സ്വാഭാവികം. ഇവിടെയും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. ആൾസഞ്ചാരമില്ലാത്ത ഇടം ആത്മഹത്യക്ക് തെരഞ്ഞെടുത്തതിനാൽ സംഭവം പുറത്തറിഞ്ഞതുമില്ല. ഒടുവിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതോടെയാണ് യാഥാർത്ഥ്യവും പുറം ലോകം അറിഞ്ഞത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.